നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 23 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാൻ തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകളിൽ നടക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ വിജയങ്ങളും ബിസിനസ്സിൽ മികച്ച ലാഭവും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം. ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും ധനനഷ്ടത്തിനും കാരണമായേക്കാം എന്നതിനാൽ ജാഗ്രത പാലിക്കുക. നിയമപരമായ തർക്കങ്ങൾ വഷളാകാതെ നോക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിശേഷപ്പെട്ട ആഭരണങ്ങളും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള ശുഭദിനമാണിത്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും. കലാകാരന്മാർക്ക് പ്രശസ്തിയും അംഗീകാരവും തേടിയെത്തും. വിവാഹഭാഗ്യം, ഭൂമി വർധനവ്, ധനനേട്ടം എന്നിവയും പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം. പൂയം, ആയില്യം. ശരീരത്തിലെ നിർദോഷം പോലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ബാങ്ക് ലോണോ മറ്റ് കടബാധ്യതകളോ ഉള്ളവർ ഈ സമയം അതീവ ജാഗ്രത പാലിക്കണം. സർക്കാർ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ശ്രദ്ധ പുലർത്തുക. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഔദ്യോഗിക രംഗത്ത് മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ലഭിക്കുന്ന ദിവസമാണിത്. തൊഴിൽ ലാഭം, സാമ്പത്തിക ഉന്നതി, രോഗശാന്തി എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരവും ഐക്യപൂർണവുമായിരിക്കും. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം. അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. സർവകാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. ധനലാഭത്തോടൊപ്പം മാനസികമായ സന്തോഷവും കീർത്തിയും തേടിയെത്തും. ശാരീരികമായ സുഖവും വിവാഹഭാഗ്യവും ഈ രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായി ഭാവിക്കും. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ വഴിവിട്ട മാർഗങ്ങളോ പ്രലോഭനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജാഗ്രത പുലർത്തുക. അനാവശ്യ ബന്ധങ്ങൾ മൂലം മാനഹാനിയോ ധനനഷ്ടമോ സംഭവിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം. അനിഴം, തൃക്കേട്ട. വാക്കുകൾ അതീവ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ദിവസമാണിത്. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹങ്ങൾക്കോ സാധ്യത കാണുന്നു. അനാവശ്യ ആരോപണങ്ങളിൽ പെടാതെ സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നത് സമാധാനം നൽകും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് ഇന്ന് പരിഹാരം ഉണ്ടാകും. വ്യാപാരത്തിലും ബിസിനസ്സിലും മികച്ച പുരോഗതിയും ധനലാഭവും പ്രതീക്ഷിക്കാം. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും സന്തോഷകരമായ യാത്രകൾക്ക് അവസരം ലഭിക്കാനും യോഗമുണ്ട്. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. തൊഴിൽ മേഖലയിൽ മികച്ച പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും. കാര്യങ്ങൾ വ്യക്തമായി വിശകലനം ചെയ്യാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഇന്ന് സാധിക്കും. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ദിവസമാണിത്. കുടുംബാംഗങ്ങളുമായോ സഹോദരങ്ങളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി, രേവതി. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ ഉത്കണ്ഠകൾ അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പക്വതയോടെയും സംയമനത്തോടെയും കാര്യങ്ങളെ സമീപിക്കുന്നത് മാനസിക വിഷമങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV. 9746812212.